ഹായ്, അപ്പോൾ സ്ക്വിഡ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു പുതിയ സ്റ്റൈലിൽ. അപ്പോൾ അതേ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഒരു മൂന്ന് മീഡിയം സ്ക്വിഡ് എടുത്തിട്ട് റൗണ്ടായി കട്ട് ചെയ്യുക. പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, ഉപ്പ് പാകത്തിന്, പിന്നെ മൈദ ഫ്ലവർ 4 ടേബിൾ സ്പൂൺ, കൊറിയാൻഡർ ലീവ്സ് മല്ലിയില ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമുക്കിതെല്ലാം കൂടിയും ഈ സ്ക്വിഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ ബെൽ പെപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് ബെൽ പെപ്പേഴ്സ്. അത് ജസ്റ്റ് ഫ്രൈ ചെയ്യാനും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇത്തിരി വെള്ളം, വളരെ കുറച്ച് മതി കേട്ടോ, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് നല്ല ടൈറ്റിൽ കുഴച്ച് വയ്ക്കുക ഇതുപോലെ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം ഓരോ റിങ്ങായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് അറിയാമല്ലോ, അതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ എടുത്ത പാത്രത്തിൽ, ഈ സ്ക്വിഡ് എടുത്ത പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് മസാല ഉണ്ടാവും. അത്ര മസാല മതി നമുക്ക് ബെൽ പെപ്പേഴ്സിലേക്ക്. അപ്പോൾ നമുക്ക് ഈ മസാലയിൽ ഒരു ഇത്തിരി കോളം വെള്ളം എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല ബാറ്റർ വേണമെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ പൊടി എടുത്തോ. ഇതിപ്പോൾ 1 ടീസ്പൂൺ പൊടി ഇട്ടിട്ട് അതൊന്ന് കുഴച്ചിട്ട് ഈ ബെൽ പെപ്പേഴ്സിൻ്റെ റിങ്സ് ഉണ്ടല്ലോ, റിങ്ങായിട്ട് കട്ട് ചെയ്താൽ മതി. ഒരു 1/4 ഇഞ്ച് കനത്തിൽ റിങ്ങായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് അത് മാരിനേഷൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ബെൽ പെപ്പേഴ്സിൽ അധികം ഒട്ടിപ്പിടിക്കില്ല, പക്ഷെ കുറച്ചൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അതും കൂടി ആ ബെൽ പെപ്പേഴ്സിൻ്റെ റിങ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്ക്വിഡ് ബെൽ പെപ്പേഴ്സ് ഫ്രൈ നമ്മളിങ്ങനെയാണ് റെഡിയാക്കുക. ബെൽ പെപ്പേഴ്സ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്യണ്ട, ഒരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.